നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീഥിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകൾ പറയാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ഇതാ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്, ബാക്കിയുള്ളത് വരാനായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിളിൻ്റെ APB ആംഡ് പോലീസ് ബറ്റാലിയൻ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ST ഓൺലിയുടേതും, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ SC/ST തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു റിസൾട്ട് കൂടി, അങ്ങനെ മൊത്തത്തിൽ രണ്ട് റിസൾട്ടുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റാങ്ക് ലിസ്റ്റ് നമ്പർ 170/2023 എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നമ്പർ 251/2020 റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ആദ്യം. അപ്പോൾ അതിനകത്ത് ഒന്നാം റാങ്കിനകത്ത് വന്നിട്ടുള്ളത് നിഖിലേഷ് ആണ് കേട്ടോ. നിഖിലേഷ്, അബിൻ, പ്രവീൺ എന്നിവരൊക്കെയാണ് 1, 2, 3 വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ST ഓൺലിയുടേതാണ്. കാറ്റഗറി നമ്പർ 251/2020. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 340/2021 എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC/STയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാം റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളവരാണ് കൃഷ്ണദാസ്, അഖിൽ, അബിൻ എന്നിവരൊക്കെ. അപ്പോൾ ഈ രണ്ട് ലിസ്റ്റുകളാണ് നമ്മുടെ പോലീസിൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി ലിസ്റ്റുകൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകളോട് വന്നിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ 80.85 ആണ് കേട്ടോ. 80.85 ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്, കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് CID എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ കണ്ടല്ലോ, അതിന് മെയിൻസ് എക്സാം കൂടി വരുന്ന ഒരു പരീക്ഷയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് CID. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് പറയുന്നത് 33 മാർക്ക് മാത്രമാണ്. 33 മാർക്ക് മാത്രമാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് CID എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC/STയുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 34 മാർക്കാണ്. 34.67 മാർക്കാണ്. ഈ ഒരു ലിസ്റ്റിനകത്ത് 70 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ PSC വാർത്തകളും അപ്ഡേറ്റുകളും, നമ്മുടെ തൊഴിൽ വീഥിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ 13 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒഴിവുകൾ 295 ആണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ നിലവിൽ മൊത്തത്തിൽ 295 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഓരോ ജില്ലയുടെയും ഒഴിവുകളുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ മുൻ ലിസ്റ്റിൽ നിന്ന് 479 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ആലപ്പുഴയിലും തൃശ്ശൂരിലും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ നിയമന ശുപാർശകൾ തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏപ്രിലിൽ നമ്മുടെ PSCയുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഡ്രാഫ്റ്റ്മാന് 49 പേർക്ക് കൂടി ഉടൻ നിയമനവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സർക്കാർ ജോലിയിലും സുരക്ഷിതത്വമില്ല, പെരുവഴിയിൽ 110 അധ്യാപകർ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ ജൂനിയർ അധ്യാപകരുടെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. സർക്കാർ ജോലി ലഭിച്ച 110 ഹയർ സെക്കൻഡറിയിലേക്കുള്ള ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപകർ പുറത്താക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. PSC വഴി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് പോലും തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാർ ജീവനക്കാരും ഉദ്യോഗാർത്ഥികളും വിലയിരുത്തുന്നു. പിരിച്ചുവിടലിനെതിരെ അധ്യാപക സംഘടനാ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ അധ്യാപകരെ, നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകരെ പിരിച്ചുവിടുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ മൂല്യനിർണ്ണയത്തിലെ അപാകത, നമ്മുടെ LDCയുടെ തമിഴ് മലയാളം നിയമനം ലഭിച്ചത് 10 പേര് പുറത്തെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, വാല്യുവേഷനിലെ അപാകത കാരണം നിയമനം ലഭിച്ച 10 പേരെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിയമനം മര്യാദയ്ക്ക് വാല്യുവേഷൻ നടത്താതെ നിയമനം ലഭിച്ചവരെ പിടിച്ച് പുറത്താക്കുമ്പോൾ അവരുടെ അവസ്ഥ
റോഡ് നീളെന്ന് ആലോചിക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ 620 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് ജയിലറിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് 1104 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ലിസ്റ്റിനകത്ത് 12,293 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡിൻ്റെ അർഹതാ ലിസ്റ്റുകൾ വിപുലീകരിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ 1460 അപേക്ഷകളാണ് അസാധുവായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ പരീക്ഷ മെയ് 26-നാണ് നടത്താനായിട്ട് പോകുന്നത്. സ്റ്റാഫ് നഴ്സിൻ്റെ എറണാകുളം 8 പേർക്ക് കൂടി ഉടൻ നിയമനം കൊടുക്കാനും കേരള PSC തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു തൊഴിൽമേള 5000-ലധികം പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന തൊഴിൽമേള നടക്കുന്നുണ്ട്. അതിൽ ഇത് ആവശ്യമുള്ളവരൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. തിരുവനന്തപുരം, കളമശ്ശേരി, പാലക്കാടിലൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷനുള്ള നമ്പറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. നിങ്ങൾ അടുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അധ്യാപകരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 26 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാഷ്വൽ മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ മെട്രോളജി, പമ്പ് ഓപ്പറേറ്റർ ഗ്രൗണ്ട് വാട്ടർ, മെക്കാനിക്കൽ ഗ്രേഡ് 2, അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ, ഡ്രൈവർ കം മെക്കാനിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കാണ് നമ്മുടെ കേരള PSCയിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് നോക്കേണ്ടത് ഫയർ വുമൻ്റെ വിജ്ഞാപനം ഇക്കൊല്ലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഫയർ വുമൻ ട്രെയിനിയുടെ ആദ്യ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിലവിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടപടികൾ നടന്നു വരികയാണ്. ഇതുകൂടി പൂർത്തിയാക്കിയാലേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കത്തുള്ളൂ. പുതിയ വിജ്ഞാപനം ഈ വർഷം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫയർ വുമൻ്റെത് ഈ വർഷം അവസാനത്തോടെ കാണുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിരുദത്തിന് തുല്യമാണോ BTech എന്ന് ചോദിക്കുന്നുണ്ട്. BA, BSc, BCom ബിരുദവും സഹകരണത്തിൽ ഹയർ ഡിപ്ലോമയും ഉള്ളവർക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷ നൽകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ BTech ബിരുദം BA, BSc, BCom ബിരുദങ്ങൾക്ക് പകരമായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബിരുദത്തിന് തുല്യം തന്നെയാണ് BTech എന്ന് പറയുന്നുണ്ട്. അതും ഡിഗ്രി തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ വാർത്തകളൊന്നും ഇതിനകത്ത് തരാനായിട്ടുമില്ല, കൊടുക്കാനായിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.